നഗരസഭകളുടെ വികസന പദ്ധതികൾക്കായുള്ള പദ്ധതി വീതം UDF സർക്കാർ വൻതോതിൽ വെട്ടിക്കുറച്ചതായി ആരോപിച്ച് LDF നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് LDF കൺവീനർ TM ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭകളുടെ വികസന പദ്ധതികൾക്കായുള്ള പദ്ധതി വീതം വൻതോതിൽ വെട്ടിക്കുറച്ച സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചാണ് LDF മുക്കം നഗരസഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പദ്ധതി വീതം വെട്ടിക്കുറച്ചതോടെ നഗരസഭയിലെ കുടിവെള്ളം, റോഡ് വികസനം, ഭവന നിർമ്മാണം, ക്ഷേമപ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര വികസന പദ്ധതികൾ സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണെന്നും സമരക്കാർ പറഞ്ഞു. മുക്കം ടൗൺ കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ച് നഗരസഭാ ഓഫീസിന് മുമ്പിൽ സമാപിച്ചു. നിരവധി പ്രവർത്തകരാണ് മാർച്ചിൽ അണിനിരുന്നത്. തുറന്നു നടന്ന ധർണ LDF കൺവീനർ TM ജോസഫ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗവൺമെന്റ് അവസാനമായി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ 692 കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി നമ്മൾ അനുവദിച്ചത്. എന്നാൽ പിന്നീട് VD സതീശൻ അധികാരത്തിലേറി അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നമുക്ക് ആകെ 177 കോടി രൂപ. അതേപോലെ ഇപ്പോൾ ചാന്ദിനിയും അതേപോലെ ബിനു സൂചിപ്പിക്കുന്ന നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ വന്ന 5.5 കോടി നമ്മൾ അനുവദിക്കുന്നു, 1.5 കോടി നമുക്ക് അനുവദിച്ചു കിട്ടുന്നു. ഏറ്റവും വലിയൊരു വിരോധാഭാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നഗരസഭാ ചെയർപേഴ്സൺ KP ചാന്ദിനി അധ്യക്ഷയായി. CPM ഏരിയ കമ്മിറ്റി അംഗം KT ബിനു, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം T വിശ്വനാഥൻ, DYFI ജില്ലാ പ്രസിഡന്റ് ദീപു പ്രേംനാഥ്, CPI നേതാവ് K മോഹനൻ മാസ്റ്റർ, NCP നേതാവ് TK സാമി തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചും ധർണയ്ക്കും KT ശ്രീധരൻ, N ചന്ദ്രൻ, CA പ്രദീപ് കുമാർ, PT ബാബു, K പ്രജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.